ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ ഒരു ഡൈവേർട്ടർ, അതായത് ബാത്റൂമിൻ്റെ അത് ഡൈവേർട്ടർ ഒട്ടിക്കുന്ന സമയത്ത് അതിനെന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. കാരണം ഡൈവേർട്ടർ ഒട്ടിച്ച് കഴിയുമ്പോൾ അവസാനം ഫിനിഷിംഗ് ആവുന്ന സമയത്ത് അതിൻ്റെ പ്ലേറ്റ് കാര്യങ്ങളെല്ലാം കറക്റ്റ് സൂട്ടായിരിക്കണം, അതിൻ്റെ ഭിത്തി കനം കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിരിക്കണം. ഇന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന പോലെ തന്നെ ഇതിൻ്റെ അകത്ത് മിനിമം മാക്സിമം എന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ മിനിമം ഫിനിഷിംഗ് സ്റ്റേജാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഡൈവേർട്ടറിൻ്റെ സെറയുടെ ഡൈവേർട്ടറാണ് കൊടുത്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ ചൂടുവെള്ളം കൊടുത്തിരിക്കുന്നു, റൈറ്റ് സൈഡിൽ പച്ചവെള്ളം കൊടുത്തിരിക്കുന്നു. അത് കറക്റ്റായിരിക്കും. അതിൻ്റെ സ്പോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ മുകളിലേക്ക് ഷവറിൻ്റെ സിസ്റ്റം മാർക്ക് ചെയ്തിരിക്കുന്നു. പിന്നെ താഴെ സ്പൗട്ട്, അതായത് ടാപ്പിൻ്റെ ഓപ്ഷൻ എല്ലാ ഔട്ടും കാര്യങ്ങളും വരുന്ന സ്പൗട്ടിൻ്റെ ഓപ്ഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. നമ്മളിത് ടൈൽ ഒട്ടിക്കുന്നതിന് മുന്നാണ് ഇത് ചെയ്തിരിക്കുന്നത്. ടൈൽ ഒട്ടിക്കുന്നതിന് മുന്നാണ് നമ്മൾ പ്ലാസ്റ്റിക്കും കാര്യങ്ങൾ, ഇത് ഡൈവേർട്ടർ കാര്യങ്ങളെല്ലാം ഉറപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കറക്റ്റായിട്ട് ടൈൽ ഒട്ടിച്ചതിന് ശേഷം അവസാനം ഫിനിഷിംഗ് സ്റ്റേജാണ് അവർ ഈ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. മിനിമം എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരു വര കാണിക്കാൻ പറ്റും. മാക്സിമം എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു വരയും കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഡൈവേർട്ടർ ഭിത്തിയുടെ അകത്ത് ഉറപ്പിക്കുമ്പോൾ നമ്മൾ ടൈല് ഫിനിഷിംഗ് ആവുന്ന സമയത്ത് ഈ ലെവലിലായിരിക്കണം അതിൻ്റെ ഫിനിഷിംഗ് വന്ന് നിൽക്കേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് മാക്സിമം ആയാലും നമുക്ക് അത്രയും വരെ താത്തി കൊണ്ടുപോകാം എന്ന് മാത്രമേ അവർ പറയുന്നത്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. അതിൻ്റെ ലിവർ കാര്യങ്ങൾ, അതുപോലെ തന്നെ പുഷ് ബട്ടൺ, സ്പൗട്ടിലേക്ക് പോകുന്ന പുഷ് ബട്ടൺ കാര്യങ്ങളെല്ലാം ബ്ലോക്ക് ആവാനും ഓപ്പറേറ്റ് പറ്റാത്ത രീതിയിലേക്ക് അതിൻ്റെ പ്ലേറ്റ് ടൈറ്റ് ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. ഇതിൻ്റെ ടൈല് നമ്മൾ ഒട്ടിക്കാത്ത സ്ഥിതിക്ക് ഇത് നമുക്ക് അതിൻ്റെ കനമാണ് നമ്മൾ ഇത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. ഒട്ടിക്കുന്ന സമയത്ത് ടൈലിൻ്റെ കനം കണ്ടോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏകദേശം ഞാനിപ്പോൾ ഈ വെച്ചിരിക്കുന്ന ഒരു വിരലിൻ്റെ കനം, ആ കനം ഏകദേശം ഒരു ടൈലും അതിൻ്റെ ചാന്തും കാര്യങ്ങളും കൂടി വരുന്നതാണ്. കുറച്ചുകൂടി കൂടുതൽ വരും. ഏകദേശം പറയുകയാണെങ്കിൽ ഏകദേശം ഒരു വാൾ ടൈൽ വരികയാണെങ്കിൽ ഏകദേശം 2.5 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 2 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 2.5 സെൻറ്റിമീറ്റർ ഇത് മാക്സിമം വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. 2.5 സെൻറ്റിമീറ്റർ മാക്സിമം നമുക്ക് കൊടുക്കാം. അതിന് താഴേക്കുള്ള ടൈലുകൾ കുറവായിരിക്കും. പിന്നെ അതിന് മുകളിലേക്ക് കൂടാനാണ് ചാൻസ്. കാരണം ഇപ്പോൾ വരുന്ന ടൈലുകളെല്ലാം വലിയ ഡിജിറ്റൽ ടൈലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കനം കൂടാനുള്ള ചാൻസസ് കൂടുതലാണ്. നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഉള്ളൊന്ന് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് ഡൈവേർട്ടറിൻ്റെ ഉള്ളു വരുന്നത്. ഇതിൻ്റെ പുഷ് ബട്ടൺ നിങ്ങൾക്ക് നോക്കുക. അതായത് ഷവറിന് കൊടുത്തിരിക്കുന്ന പുഷ് ബട്ടൺ ഉണ്ട്. ഈ പുഷ് ബട്ടൻ്റെ മുകളിൽ ഒരു സ്റ്റീലിൻ്റെ ഒരു കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ലിവർ വരുന്നത് അതിൻ്റെ മുകളിൽ കാണുന്ന പുഷ് ബട്ടൺ. ഈ പുഷ് ബട്ടൺ നമ്മൾ കണ്ടോ, ഈ പുഷ് ബട്ടനാണ് അതിൻ്റെ ഷവർ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ആ കനമാണ്, ആ കനത്തിൻ്റെ കറക്റ്റായിട്ട് നമ്മൾ ഫിനിഷിങ് വരുന്ന സമയത്ത് അതിൻ്റെ ടോപ്പ് ആ ഗ്രൂവ് കാണിക്കുന്ന അവിടെ തന്നെ കറക്റ്റായിട്ട് ഉണ്ടായിരിക്കണം. അത് താഴേക്ക് പോകരുത്. ടൈല് ഒരിക്കലും അതിന് താഴെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് നമ്മൾ ഇടുന്ന പ്ലേറ്റ് വരുന്ന സമയത്ത് അടയാതെ, അതായത് നമ്മൾ പ്ലേറ്റ് ഓൾറെഡി ഭിത്തിയിലേക്ക് ഉറപ്പിക്കുന്ന സമയത്ത് ടൈലും പ്ലേറ്റും തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടി, ആ ഗ്രൂവിനേക്കാൾ കുറച്ചുകൂടി അല്ലെങ്കിൽ കുറച്ച് മുന്നോട്ട് കയറി നിന്നാൽ മതി. അതായത് 2.5 സെൻറ്റിമീറ്റർ നമ്മൾ ആ പറഞ്ഞ രീതിയിൽ കനോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ യാതൊന്നും പേടിക്കാനില്ല, കറക്റ്റായിട്ട് നമുക്കത് കിട്ടും. അപ്പോൾ നമുക്ക് ആ പുഷ് ബട്ടൺ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ നോക്കി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വിരൽ വെച്ചു, അതിനുശേഷം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം. ഇനിയിപ്പോൾ ടൈലിൻ്റെ കനം കൂടി വന്നു കഴിയുമ്പോൾ കറക്റ്റായിരിക്കും. ഇത്രയാണ് ഒരു ഡൈവേർട്ടർ ഉറപ്പിക്കുമ്പോൾ വളരെയായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതിന് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. ഈ ഡൈവേർട്ടറിനെ കുറിച്ചുള്ള വീഡിയോ, അതായത് ഫുൾ എങ്ങനെ കണക്ട് ചെയ്യാൻ കാര്യങ്ങളെല്ലാം ഫുൾ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇനി അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ നമുക്ക് വീണ്ടും ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ മടിക്കരുത്, ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.